ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ R1 തന്നിട്ടുണ്ട്, L1 തന്നിട്ടുണ്ട്, R2 തന്നിട്ടുണ്ട്, L2 തന്നിട്ടുണ്ട്. സോ R1ൻ്റെ XL1 എന്ന് പറഞ്ഞാൽ 2πfL1 ആണ്. 2 × 3.14 × 50 × 0.2 ആണ്. 6.28 ആണ്. Z1 എന്ന് പറഞ്ഞാൽ √R1² + XL1² ആണ്. 5² + 6.28² 8 Ω വരും. I2 എന്ന് പറഞ്ഞാൽ 100/8 12.5 ആംപിയർ. cos φ1 എന്ന് പറഞ്ഞാൽ R1/Z1 5/8 0.68. sin φ1 എന്ന് പറഞ്ഞാൽ XL1/6.28/8 0.785. XL2 എന്ന് പറഞ്ഞാൽ 2/FL2 2 × 3.14 × F എന്ന് പറഞ്ഞാൽ 50.08 എന്ന് പറഞ്ഞാൽ 25.12 100/ അതിന് മുമ്പ് √R2² R2² + XL2² 1² + 25.12 സ്ക്വയറിൻ്റെ റൂട്ട് 25.14. I2 എന്ന് പറഞ്ഞാൽ V/Z2 100/25.14 4 ആംപിയർ. cos φ എന്ന് പറഞ്ഞാൽ R2/Z2 1/25.14. sin φ2 എന്ന് പറഞ്ഞാൽ XL2/Z2 25.12/25.14. ആ വാല്യൂ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് കോമ്പണൻറ്റിനകത്ത് 12.5 എന്ന് പറഞ്ഞത് I1 ആണ്. 12.5 I1 കിടക്കേണ്ടതുണ്ട് ഇൻറ്റു 0.062 cos φ പ്ലസ് 4 × 4 എന്ന് പറഞ്ഞത് I2 ആണ്. അതിൻ്റെ cos φ2 എന്ന് പറഞ്ഞാൽ 1/25.4 ആണ്. വാല്യൂ കാൽക്കുലേറ്ററിൽ ചെയ്താൽ 0.707 കിട്ടും. Y കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ I1 cos φ1 I1 sin φ1 പ്ലസ് I2 sin φ2 ആണ്. 12.5 × 0.785 പ്ലസ് 4 × 25.12 /24.14 13.8 √7.07 സ്ക്വയർ പ്ലസ് 13.8 സ്ക്വയർ. ടോട്ടൽ കറണ്ട് 15.94. ഈ 15 cos φ എന്ന് പറയുന്നത് എക്സ് കോമ്പണൻ്റ് / ടോട്ടൽ കറണ്ട് 7.07/15.94 0.5 ലാഗ്. പവർ അബ്സോർബ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് ഇൻറ്റു cos φ. വോൾട്ടേജ് 100, കറണ്ട് 15.94, cos φ എന്ന് പറഞ്ഞാൽ 0.8 797 വാട്ട്. ഇനി ഇതിൽ ഈ ഈക്വലൻ്റ് വാല്യൂ കാണാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്ന വാല്യൂസ് എല്ലാം ഇതിലെടുത്ത് എഴുതുകയാണെങ്കിൽ വിയും വൈയും തമ്മിലുള്ള ടോട്ടൽ വോൾട്ടേജും ടോട്ടൽ കറണ്ടും തമ്മിലുള്ള ലാഗ് എന്ന് പറയുന്നത് cos ഇൻവേഴ്സ് 0.5 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ 60 ഡിഗ്രിയാണ്. അതനുസരിച്ച് ഫേസർ ഡയഗ്രം വരക്കാം. Z എന്ന് പറഞ്ഞാൽ V/I ആണ്. 100/15.09. അപ്പോൾ മൊത്തത്തിലുള്ളതായി 15.94. Z cos θ ചെയ്യുകയാണെങ്കിൽ Z cos θ എന്ന് പറഞ്ഞാൽ 60.5 6.27ൻ്റെ പകുതി 3.14. അതാണ് അഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇതിന് മുകളിൽ 2 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. ആ ബ്രാഞ്ചിനെ ഒന്നാക്കി ചുരുക്കുകയാണെന്നുണ്ടെങ്കിൽ X എന്ന് പറഞ്ഞാൽ Z sin θയാണ്. 6.27 0.866 53.43 ഓം ആണ് വരിക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.